ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ പോയത് കേട്ടാ, നേരെ പോയിട്ട് അബൂജാലിന്റെ വാതിലാണ് മുട്ടി. എന്തിന്? കഥകൾ ഇങ്ങനെയാണ് നമ്മൾ അപ്പൊ ഞാൻ ഇസ്ലാം ചേർന്ന് പോണ്ട, ഞാൻ ചേർന്നിക്കണെന്നാണ്. അതായത് മുഹമ്മദിക്ക് വന്നു മതിയായിരുന്നു, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, അടച്ചു, ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ മുഹമ്മദിന്റെ പ്ലാൻ എന്തായിരുന്നു എന്നതിനൊരു പിക്ചർ കിട്ടും. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ സമാധാനം ശാന്തി ഉണ്ടാക്കാനാണെങ്കിൽ നാട്ടിൽ നല്ല നടക്കുന്ന മനുഷ്യന്മാരല്ലേ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കുക. നിങ്ങൾ മദീനയിലേക്ക് പോകുന്നത് എന്തിനാന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് പണ്ടേ ഉണ്ട്. ഇവിടെ കാര്യങ്ങൾ സെറ്റ് ആവുന്നില്ലെങ്കിൽ മദീനയിലേക്ക് പോകാനുള്ള പ്ലാന് പല സ്ഥലത്തേക്ക് പോയതൊക്കെ ഈ പ്ലാനും പദ്ധതിയായിട്ടാണ്. നിങ്ങള് ഞാൻ എൻ്റെ ഒരു നല്ല ഓർമ്മയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ജാമ്യം എടുത്ത് പറയാണ്, മക്കീന്ന് ഇങ്ങനെ എന്താ പറയാ പ്രയാസപ്പെട്ട് 13 വർഷത്തിന് ശേഷം ഒളിച്ചോടി. അതാണ് ഇപ്പോൾ ഈ ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെ പ്രാണരക്ഷാത്ത ഒളിച്ചാടി നോക്കിയാലോ. അതായത് ഉമ്മറിൻ്റെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇപ്പോൾ ഇസ്ലാമിൽ മുഹമ്മദ് കഴിഞ്ഞ രണ്ടാമത്തെ ബിംബം തുടങ്ങിയ ഉമ്മറാണ്. ഉമ്മർ ചരിത്രങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ തടാ മദീനയ്ക്ക് പോകണു, ധൈര്യമുള്ള, നമ്മൾ ഇന്നത്തെ ഭാഷ പറയുന്നത് ധൈര്യമുള്ള ബാപ്പാനെ മക്കളണിയാണ്ട് വരി, നിങ്ങളെ മുഖം ഞാൻ മറ്റേ മണല് വരക്കുന്ന് പറഞ്ഞിട്ടാണ് ഭാഷയെ പോകുന്നത്. ഇനി പോയതോ ഇവരക്രമം സഹിച്ചു പോയതാണോ മദീനയിൽ നിന്ന്? ആദ്യത്തെ ചോര പൊടിഞ്ഞത് എവിടുന്ന് ഉമർ ഭായ്? ഇസ്ലാം തീർച്ചയായും. ആരടിച്ചത്? അത് ആ വ്യക്തിയുടെ പേര് അല്ല, വ്യക്തിയുടെ പേരല്ല ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ ഒട്ടകത്തിന്റെ താടിയിൽ വെച്ചിട്ട് ഒരാളെ തല അടിച്ചു. ആദ്യത്തെ ചരിത്രത്തിൽ തന്നെ പറയുന്നത് ആദ്യം പൊടിഞ്ഞ രക്തം. അത് ഇവിടെ കൃത്യമായിട്ട് മാർട്ടിലിങ്സിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ അബൂലഹബിനെ അള്ളാഹ് നശിപ്പിച്ചത് എങ്ങനെ? അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ച കഥ നിങ്ങൾക്ക് അറിയോ? തലമണ്ട തല്ലി പൊട്ടിച്ച കഥ. അതെ അതെ, അള്ളാഹുവിനും അള്ളാഹിന്റെ റസൂലിനും ഇവിടെ എന്താ പറയുക, പുഴുത്തു ചത്തു. എങ്ങനെ പുഴു ആയത്? എങ്ങനെ പുഴുത്തത്? തലയോട്ടി മറ്റേ ലുബാബ എന്ന് പറഞ്ഞ സി അബ്ബാസിന്റെ ഭാര്യയാണ്. അവർ ഈ ബദർ യുദ്ധത്തിൻ്റെ ഈ മറ്റു വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തിക്കാണ് അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീ, അതായത് ഇളച്ചിന്നോ ആണ് തോന്നുന്നു, ഇയാളെ തലക്ക് ദണ്ടുകൊണ്ട് അടിച്ചിട്ട് തല പിളർന്ന് സെപ്റ്റിക്കായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയേണ്ടത് അള്ളാഹു റസൂലിനെ ആൾക്കാരെ ശിക്ഷിച്ചു എന്ന് പൊഴുത്തെന്ന് പറയുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോഴേ സാധാരണക്കാരായ വിശ്വാസികളുണ്ട് നമ്മുടെ സമൂഹത്തില്, അവരിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത. കാരണം അവര് ഈ മൂല്യന്മാരുടെ വയല് കേൾക്കുക, പിന്നെ ഉപരിപ്ലവമായിട്ട് മദ്രസയിൽ ഇതേമാതിരി പഠിപ്പിക്കുന്ന കുറച്ച് ചരിത്രമുണ്ട്. അതിനകത്ത് ഇതൊക്കെ പെയിന്റ് അടിച്ച് നന്നാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു ചരിത്രം മാത്രം അറിയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നതൊന്നും വിശ്വസനീയം പോലും അല്ലാത്ത വിധത്തിലുള്ള നോണകളായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. അത് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിച്ചു. അതുകൊണ്ടാണ് മൂല്യർ പറഞ്ഞത് വായിക്കല്ലേ എന്ന് പറയുന്നത്. മാഷ് പറഞ്ഞതിൽ ഒരു അബദ്ധമുണ്ട്. സാധാരണ വിശ്വാസികൾ പോലും ഈ കഥ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ മൂല്യന്മാർ പറയണത്. ഞാൻ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അബ്ദുൽ അബ്ബാസിലും സംഘത്തിൻ്റെയും സോഴ്സുകൾ, പ്രൈമറി സോഴ്സ് സാക്കിർ നായിക്കും, സെക്കൻഡറി സോഴ്സ് തബരിന്റെ ഇംഗ്ലീഷാ, സെക്കൻഡറി സോഴ്സ് എം അക്ബറാണ്. ഓലൊരു കിതാബ് വായിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അല്ല, എന്താ വെച്ചറിയോ, ഈ പിന്നെ ബിലാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എവിടുന്നാ അത് കിട്ടണെന്ന് വെച്ചാൽ എവിടുന്നോ കൊണ്ടുവന്ന ഞങ്ങളൊന്ന് ഇന്റർനെറ്റിൽ പോലും കണ്ടിട്ടില്ല, കിതാബ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്റർനെറ്റിൽ കിട്ടാത്തത്. നോക്കണില്ല എന്ന് ആരെക്കുറിച്ചാ പറയുന്നത്? അപ്പുറത്തിരുന്നിട്ട് അപ്പൊ തന്നെ അയാൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ മാഷ് പറഞ്ഞതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് സാധാരണക്കാരല്ല, ആകെ ഇപ്പൊ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വരുന്ന പോരാളികളുടെ കയ്യിലും പോഡ്കാസ്റ്റ് വീരന്മാരുടെ കയ്യിലും ഈ സാധനം മാത്രമേ ഉള്ളൂ. ഒരു കഥയുമില്ല, ഒരു കിതാബും ഇല്ല. അല്ല, ഞാൻ അതിലിങ്ങനെ ഊന്നി പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് മറ്റേ തഫ്സീർ ഇറക്കുന്ന മലയാളത്തിൽ ആളെ പേരെന്താ? അമ്മാനി മൗലിയരെ മറ്റേ 9.5 അമ്മാനി മൗലിയരെ തഫ്സീറൊന്നും വായിച്ചു നോക്കിയില്ലേ? പിന്നെ അബ്ദുൽ അബ്ബാസിലെ അതിൽ യുദ്ധം എന്നൊക്കെ പറയണ്ട, മിനിമം അതെങ്കിലും വായിച്ചു നോക്കായിരുന്നു. നമ്മോട് വായിക്കാൻ പറയുന്നുണ്ട് സീറകളൊക്കെ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ നമ്മോട് പഠിച്ച് വിമർശിക്കുകയാണ് ഈ സീറയിലൊക്കെ പറയാൻ വേണ്ടി. ഞാൻ ഇപ്പം രണ്ടാമതും നമ്മളൊരു ആവർത്തി ഇത് വായിച്ചിട്ട് ഒന്നിൽ കൂടുതൽ വായിച്ച പുസ്തകങ്ങളാണ്.
നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ കഥകൾ അങ്ങോട്ട് പുറത്തേക്ക് വന്നത്? മനസ്സിലായി. ഈ തോട്ടത്തിലെ കഥ. അപ്പൊ തോട്ടത്തിലെ അബ്ദുള്ള ബാസിൽ പറഞ്ഞത് ഹദീസുകൾ വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് മറ്റാൾ ചോദിക്കാം. അപ്പൊ അയാളല്ല, അങ്ങനെ വായിച്ച ഒരു കുഴപ്പമുണ്ട്, ചില ഹദീസിൽ വിമർശകർ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, എല്ലാ ഹദീസുകളും എടുക്കുക, ഒരു ജംഇ ചെയ്യാം, എന്നിട്ട് നമ്മൾ സീറയിലേക്ക് പോവുക. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തു. ഹദീസുകൾ ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു, എന്നിട്ട് ജംഇ ഇത് കാണിച്ചു, എന്നിട്ട് സീറയിലെ കൂടെ ഒക്കെ പോയി നോക്കി, സീറയിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഹദീസ് ഉണ്ടോ നോക്കി. അപ്പൊ നോക്കി കിടക്കണത് മുഴുത്ത 2 ഹദീസ് മുത്തഫഖുൻ അലൈഹി. അപ്പൊ എന്താ ചെയ്യാ? മുത്തഫഖുൻ അലൈഹിൽ പറയുന്നത് കല്യാണം ആലോചിക്കാൻ പോയി. നമുക്ക് ഇനി മറ്റേ കല്യാണം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇനി കല്യാണം കഴിഞ്ഞതാണെങ്കിലും കല്യാണ ആലോചനയാണെങ്കിലും മുത്തുകയാണെങ്കിലും ഇതൊന്നും മാതൃകാപരമായിട്ടൊരു കാര്യം അല്ല. പ്രവാചകൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഉസുവത്തും ഹസനത്തുമായിട്ട് കാണിക്കാൻ പറ്റിയ കാര്യമല്ല അവിടെ നടന്നത്. ഒരു പെണ്ണിനെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് അതിനെ പിടിക്കാൻ നോക്കുക, അപ്പൊ പെണ്ണ് തെറി പറയാ പറഞ്ഞേക്ക എന്ന് പറയുന്നത് എന്ത് തരം കല്യാണമാണ്, എന്ത് തരം തലാക്കാണ്, എന്ത് തരം മുത്തുകയാണ്, എന്ത് തരം കല്യാണാലോചനയാണ്? അല്ലെങ്കിൽ ലോകത്ത് ഏത് മനുഷ്യനാണ് നീ എന്റെ ദേഹം നിനക്ക് സമർപ്പിക്കാൻ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പണിയാണ് ചെയ്യുന്നത്. ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഇവരോട് പറയാനുള്ളത് വെച്ചാൽ ആദ്യം ഇത് കുറച്ച് ദിവസത്തിന് ലീവ് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഈ കിതാബുകളൊക്കെ. പക്ഷെ നിങ്ങൾ എപ്പോഴും നമ്മൾ ഇവരുടെ ഇന്റൻഷനിലേക്ക് എത്തിയില്ല. ഇവര് മുഹമ്മദ് നബിയുടെ ലൈംഗികതയിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. മുഹമ്മദ് നബീനെ നാറ്റിച്ചിട്ടായാലും കുഴപ്പമില്ല, അബ്ദുൽ അബ്ബാസിലിന് തൗബയിൽ നിന്ന് രക്ഷപ്പെടണം. സംഗതി മനസ്സിലായി നിങ്ങൾക്ക്? അതല്ലേ എം എം അക്ബറും ചെയ്ത്, അള്ളാനെ തന്നെ നാറ്റിച്ചാലും വേണ്ടില്ല, ഓൻ തൽക്കാലം ജയിക്കണം. അപ്പൊ അതേ തന്ത്രമാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കല്യാണ കഥയിൽ നിന്ന് വിടാം. മുഹമ്മദ് നബി ഈ നേരത്തെ അബൂ താലിബ് തേച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ അബൂ താലിബ് തേച്ച ഉമ്മുഹാനീനെ ഇവര് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചപ്പം ഇവരുടെ തൊലാക്ക് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വരും. മദീനയിലേക്ക് വരുന്ന സമയത്ത് മുഹമ്മദ് നബി വീണ്ടും പോയി കല്യാണം ആലോചിക്കും. പെങ്ങളെ. അപ്പൊ ഇതിന് കുട്ടികളുണ്ട്, തള്ളേ. അപ്പോൾ മുഹമ്മദ് നബി ഉമ്മുഹാനി പറയല്ലേ, എനിക്ക് വയസ്സായി, എനിക്ക് കുട്ടികളുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിനെ അവിടെയും വീണ്ടും തേച്ച്. അങ്ങനെ പോയിട്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? ആയത്തിറക്കി. എന്താ ആയത്തെ? നിന്റെ ഭാര്യമാരെ നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, അടിമ സ്ത്രീകളെ അനുവദിച്ചു തന്നിരിക്കുന്നു, പിന്നെ സ്വദേശം വിട്ടു പോകുന്ന നിന്റെ കസിൻ സഹോദരിമാരെ, അമ്മായിന്റെ മക്കള്, അമ്മാവന്റെ മക്കള്, ഇതിൽ പെടുന്ന 2 പേരുകളാണ്. ഒന്ന് സൈനബ്, ഒന്ന് ഉമ്മുഹാനി. ഈ ആയത്തിറക്കിയിട്ട് ഈ ആയത്ത് നോക്കി പിടിച്ചിട്ട് ഇങ്ങേര് പിന്നെയും ചെന്നു. പിന്നെ കല്യാണം കഴിക്കാനല്ല, കൺസെന്റ് ചോദിക്കാൻ. ഓക്കെ. അപ്പൊ ഉമ്മുഹാനി ആ ആയത്ത് മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഇതിൽ എനിക്ക് ഇളവുണ്ട്, ഞങ്ങളെ കൂടെ വന്നിട്ടില്ല, ഞങ്ങൾ പിന്നെയും കുറച്ചിട്ടുണ്ട്. അവിടെ 3ാമതും തേച്ച്. മനസ്സിലായോ? ഒട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവരിത് എങ്ങനെയാണ് ഇതിന്റെ പരിക്ക് തീർക്കണ അറിയോ? ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്, ഹദീസ് അല്ല, ചരിത്രത്തിൽ സീറ ഇത് അവസാനിപ്പിക്കുന്നവർ പറയണത്, ഏറ്റവും അവസാനം ഈ ഉമ്മുഹാനിന്റെ മക്കളൊക്കെ വലുതായപ്പോൾ ഉമ്മുഹാനിക്ക് വീണ്ടും തിരിച്ച് മുഹമ്മദ് നബിനോട് കല്യാണം കഴിക്കാൻ തോന്നി. അപ്പം ചെന്ന് മുഹമ്മദ് നബിനോട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, അല്ല, എൻ്റെ കൂടെ ഇജറ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ കല്യാണമാണോ ഇത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് മുഹമ്മദിൻ്റെ ലൈംഗികതയുടെ ഏറ്റവും മിനിയേച്ചർ. ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജാഹിലിയ തൊട്ട് ഖദീജയുടെ കൂടെയുള്ള അനുസരണയുള്ള ഭർത്തൃ ജീവിതം കഴിഞ്ഞ് അതിനവിടുന്ന് അങ്ങോട്ട് കയ്യും കണക്കുമില്ലാത്ത കല്യാണങ്ങളും മുത്തുഅകളും ശരീരദാനങ്ങളും ഒക്കെ കഴിഞ്ഞ് സ്വന്തം പെങ്ങളെ, ഒരു വീട്ടിൽ കളിച്ച് വളർന്ന സ്വന്തം പെങ്ങളെ കല്യാണം ആലോചിച്ച ചങ്ങാതിയാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ തോട്ടത്തിലെ പെണ്ണിൻ്റെ കല്യാണം കിട്ടുന്ന കിതാബിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദിൻ്റെ ലൈംഗികതയും മുഹമ്മദിൻ്റെ കല്യാണം, മുഹമ്മദിൻ്റെ താല്പര്യങ്ങളും ആ കാലഘട്ടത്തിലെ ഒരു വയോധികൻ്റെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ചരിത്രത്തിലുണ്ട്. നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ വിഷയത്തിലേക്ക് വരണം. നിങ്ങൾ ഖുർആനിക നിയമങ്ങളിലേക്ക് വരും. മനഃശാസ്ത്രപരമായിട്ട് അതൊരു തരം അബ്നോർമാലിറ്റി ആയിരുന്നു. ഈ അമിത ലൈംഗിക ഒരു അപൂർവം മനുഷ്യരിൽ കാണുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. അതല്ലെങ്കിൽ ഞാൻ ലൈംഗികമായിട്ട് ഭയങ്കര കേമനാണ് എന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം. അതിന് തെളിവാണ് നമുക്ക് 2 ഹദീസുകൾ എടുക്കാം. ഒന്ന്, വഴിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ നടന്നു പോയപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ എന്തോ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സൈനബിനെയും വിളിച്ച് ഉള്ളിൽ പോയി. നാട്ടുകാരോട് പറയാൻ പറ്റും. രണ്ടാമത്തത് ഒരു ഹദീസ് ഇവർ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞതാണ്. ഒരു ദിവസം
അപ്പൊ അതിൽ ഇവർ പറയുന്ന ന്യായം അത് രാത്രി പകലൊന്നുമില്ല, ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കാം. ഒരു രാത്രി എന്നാണോ ഒരു ദിവസമാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം. 9 ഭാര്യമാരെ സമീപിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒറ്റക്കുളിയും. അപ്പോൾ ഇതൊക്കെ നമ്മളോട് വിളിച്ച് പറയുന്നത് മാഷ് പറഞ്ഞ പോലത്തെ ഒരു അബ്നോർമലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത് ആ കാലഘട്ടത്തിന് പരിമിതി ഉണ്ടാവാം. അദ്ദേഹം ഈ യുദ്ധവും പിന്നെ വീട്ടിലുള്ള അടിയും കച്ചറയും പ്രശ്നവും ഫ്രസ്ട്രേഷനും അത് ആ കാലഘട്ടത്തിലൊരു മനുഷ്യൻ്റെ അവസ്ഥയായിട്ട് നമ്മൾ പരിഗണിച്ച് വിട്ട കേസാണ്. അതിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ മുഹമ്മദിൻ്റെ ലൈംഗികതയിൽ ചുറ്റിക്കളിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം അവസാനിപ്പിച്ചോ. മുഹമ്മദ് അവിടെ എന്തൊക്കെ കളികൾ കളിച്ചോ നമ്മുടെ വിഷയമല്ല. മുഹമ്മദ് ബാക്കിയാക്കി വെച്ച മുഹമ്മദിൻ്റെ വൈവാഹിക ജീവിതം, ഇപ്പോൾ ആയിഷ ആയാലും സൈനബായാലും ഈ വിവാഹങ്ങൾ നമ്മൾ വിമർശിക്കുന്നത് ആധുനിക കാലത്തെ മുസ്ലിം സമൂഹങ്ങളെ ബാധിക്കുന്ന മതനിയമങ്ങളിൽ ഇതെന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ മുഹമ്മദ് നബി ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്ന് സമർത്ഥിക്കേണ്ട കാര്യം നമുക്കില്ല. കിതാബിൽ അങ്ങനെ ഉണ്ട്. അതിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞൊന്ന് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. കിതാബിൽ അങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മളത് പറയില്ല. കല്യാണം കഴിഞ്ഞു എന്ന് ഹദീസിലുണ്ട്, നമ്മളത് സമ്മതിക്കുന്നില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന സാമൂഹിക പ്രസക്തിയുള്ള രാഷ്ട്രീയ പ്രസക്തിയുള്ള നിങ്ങളുടെ ന്യായങ്ങളെ ഓരോന്നോരോന്നായി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ തരികിടകൾ 7 എണ്ണം കഴിഞ്ഞു. അൺമാസ്കിംഗ് നവതാഴി 12 സീരീസ് കഴിഞ്ഞു. ഒരു വീഡിയോ പൂർണ്ണമായി കാണിച്ച് ആശയം പറഞ്ഞ് മറുപടി വന്നിട്ടില്ല. ഒരു മറുപടിയും പ്രതീക്ഷിക്കാൻ വേണ്ട. അവരിലേക്ക് പോവുക, പിന്നെ കണ്ടിൻജൻസി തേടി പോവുക, പിന്നെ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് പഠിച്ചാൽ കുത്തിരിക്കണ്ടോ നോക്കാൻ പോവുക. ഇതൊക്കെ അവർ ചെയ്യുള്ളൂ. അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അതാണ്. ഇസ്ലാമിന്റെ പ്രതിരോധ മാർഗവും അതാണ്. കാരണം ഈ പറയുന്ന വിമർശനങ്ങൾക്കൊന്നും യുക്തിക്ക് നിരക്കുന്ന ഒരു മറുപടി പറയാൻ ആരെക്കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ സംവാദ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് ഈ ഉസ്താദുമാർ നമ്മളെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയുണ്ട്. സംവാദം ഏറ്റെടുത്തിരിക്കുന്നു പറയും. സംവാദത്തിന് വിളിച്ചാൽ ഒരെണ്ണം വരില്ല. അല്ല, അതിനകത്ത് തട്ടിപ്പ് കണ്ടോ? തട്ടിപ്പുണ്ട്. അതിനകത്ത് എന്താണ് വെല്ലുവിളിക്കുന്നത്? അവിടെ ദൈവം ഉണ്ടോ? നിങ്ങള് ഇന്റലിജന്റ് ഡിസൈനിങ് അതിന്റെ പിന്നിൽ ദൈവമുണ്ടോ ദൈവമില്ല. ഇന്റലിജന്റ് ഡിസൈൻ ചർച്ച ചെയ്യാൻ സംവാദത്തിന് അവരെ അങ്ങോട്ട് ആരെങ്കിലും വെല്ലുവിളിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ട് വെല്ലുവിളിച്ച വിഷയങ്ങൾ അവിടെ കിടക്കുന്നു. ഞാൻ വെല്ലുവിളിച്ചത് പണ്ട് ദൈവം ആകാശത്തേനോ, ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തമോഗർത്തത്തിന് അപ്പുറത്താണ്. അല്ല, ഇവർ ഈ അതെന്താ വെച്ചാൽ അത് ഈ ഇസ്ലാമിന് ബ്ലാക്ക് ഹോളിലാണ്. ഈ സുനാമി കണക്കിന് വരുന്ന വിമർശനങ്ങളിൽ നിന്ന് മുഴുവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു പല്ലിപാലം അങ്ങോട്ട് പ്രപഞ്ചത്തിന്റെ പുറത്തു പോയിട്ട് സംവദിക്കാം, ഭൂമിയിലെ മനുഷ്യന്മാരെ എങ്ങനെയാലും ജീവിച്ചോട്ടെ എന്നാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അത് ആരുണ്ടാക്കി, അവിടെ അതിന്റെ മറ്റു കാര്യങ്ങൾ അല്ല. ഇത് നമുക്ക് എന്ത് വിഷയമാണ്? ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കഅബ അമ്പലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന അള്ളാഹു എന്നുള്ള പ്രതീക്ഷനെ കുറിച്ചല്ലേ? അല്ലേ? സമന്മാരുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഇവര് പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിന് സഹായികളുണ്ട്, ലാത്തയും ഉസ്സയും മനാത്തയും സഹായികളായിട്ട് കൂട്ടിന്നുള്ള. അതല്ലല്ലോ, അള്ളാഹുവിന് സമന്മാരുണ്ടെന്ന് ഖുർആൻ തന്നെ പറയണല്ലേ. അള്ളാഹു എവിടെ കിടക്കുന്നു? ഇവര് പറയുന്ന കണ്ടിന്റൻസി എവിടെ കിടക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമും ഖുർആനും കൈ പിടിച്ചിട്ട് ഇവര് പ്രപഞ്ചത്തിന്റെ പിന്നിലെ രഹസ്യം തേടി എവിടേക്കാ പോണേ? അള്ളാഹ് കണ്ടിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ. അള്ളാഹിന്റെ പ്രപഞ്ചം, ഖുർആന്റെ പ്രപഞ്ചം എന്താ? പത്തിരി ചുട്ടടുക്കി വെച്ചതുപോലത്തെ 7 തട്ട്. അതിലേറ്റവും മുകളിലത്തെ തട്ടിലെ ഒത്ത നടുക്കായിട്ട് കഅബ എന്ന് പറയുന്ന ആ ക്യൂബ്, അതിന്റെ മുകളിൽ ഇങ്ങനെ കൊട കമഴ്ത്തി വെച്ചതുപോലെ 7 തട്ടായിട്ട് ആകാശം. അത് ലാസ്റ്റ് ചുരുട്ടിയെടുക്കും. അതിന്റെ മുകളില് പിന്നെ പള്ളിയോട് ചേർന്നുള്ള ആല് അതൊക്കെ വേറെ ഉണ്ട്, അത് വിട്ടേക്ക്. അതിന്റെ മുകളില് അതിന്റെയൊക്കെ മുകളിലാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതിന്റെ ജന്നാത്തുൽ ഫിർദൗസ് കൂടി ഒഴുകി വരുന്ന ചില പുഴകളെ കുറിച്ച് അത് അള്ളാന്റെ സിംഹാസനത്തിന്റെ താഴത്തുനിന്ന് വരുന്ന സാധനം. അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്നത് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ വരെ മലക്കൾക്ക് വരെ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് മുൻതഹ പറഞ്ഞാലും ഈ പ്രപഞ്ച സങ്കല്പത്തിൽ പത്തിരി അടുക്കി വെച്ചതുപോലത്തെ 7 തട്ടും അതിന്റെ മുകളിൽ കമഴ്ത്തി വെച്ച കൊട കമഴ്ത്തി വെച്ച പോലത്തെ 500 കൊല്ലം കൊണ്ട് ഓരോ തട്ടിലേക്ക് ഒട്ടകത്തിന് നടന്നെത്താം. 500 കൊല്ലം ഒട്ടകം നടന്നാലും പോലും ആ തട്ട് ശരിയാവില്ലല്ലോ. അന്നും ലോകത്തിന് പുറത്തുള്ള വിവരം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇരുണ്ട കാലഘട്ടം എന്ന് പറയുമ്പോഴേ അതൊരു ഷട്ടർ കാണുമ്പോഴേ മക്കാ മുസ്ലിങ്ങൾക്ക് വരെ നേരം വെളുത്തങ്ങനെ. ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന അതുകൊണ്ട് ഖുർആന് പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത് ഖലഖ സമാവാതി വൽ അർദ്, പിന്നെ അതിന്റെ
അതിന്റെ ഇടയിലുള്ള സാധനങ്ങൾ. അള്ളാഹുവാണ് 100 സമാവത്തി അല്ലല്ലോ. അതൊക്കെ സമവാത്തി വല്ലാറുള്ളതാണ്. ഇതിന് പറയാൻ ഇതിലെവിടെ പ്രപഞ്ചം? ഇതിൽ പ്രപഞ്ചോൽപത്തിക്ക് എന്ത് സ്ഥാനം? സമാന്ന് പറഞ്ഞാല് പ്രപഞ്ചല്ലേ? സമാ ആകാശം, പിന്നെ സ്വർഗാക്കിക്കണ്. പിന്നെ നമ്മളിപ്പോ ഇതുവരെ ചർച്ച ചെയ്ത ഒരു മുഹമ്മദ് നബി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ലോകാവസാനം വരെയൊക്കെ മാതൃകാ പ്രവാചകനാക്കി അയക്കണമെങ്കിൽ തലക്ക് വെളിവുണ്ടായ ഒരു പഠിച്ചോ ചെയ്യോ? ആ പഠിച്ചവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനെ ദൂതനായിട്ട് പറഞ്ഞയച്ചിട്ട് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ മാതൃക കാണിച്ചിട്ട് ഈ വിശ്വാസികളൊക്കെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ ആ പഠിച്ചവന്റെ നിലവാരം എന്താണ്? ഇതാ നമ്മൾ ചോദിക്കുന്നത്. പഠിച്ചവന്റെ ബുദ്ധി വികാസം എത്രയെന്ന് അറിയണമെങ്കിൽ ഉറുമ്പുംകൂട്ടിക്ക് പോയാൽ മതി. അല്ല, ഇനിയിപ്പോ ഞാൻ പറയാം, അപ്പൊ എന്റെ കുട്ടി ഉറുമ്പും കൂട്ട് പോയി കാല് വെച്ച് ഓനെ ഉറുമ്പ് കടിച്ച്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓന്റെ ചെവിക്ക് പിടിച്ചിട്ട് മണങ്ങൂസേ ഉറുമ്പും വീട്ടിൽ നോക്കി കയറണ്ടേ, അവിടെ പോയി കാല് വെക്കുമ്പോൾ അവിടെ ഉറുമ്പുണ്ടോ നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓനെ ഉപദേശിക്കല്ലേ ചെയ്യണ്ടേ? അല്ലാതെ പന്റെ കുട്ടികൾ മാറിക്ക മുഴുവനും ഒന്നും കൊല്ലണ്ട, നമുക്ക് ആ കടിച്ച ഒരു 7 എണ്ണത്തിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലാമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് തപ്പാൻ വെച്ചുമ്പോ കടിച്ചുകൊണ്ട് പിന്നെ ഒരു 10 എണ്ണം കടിച്ചു. നമ്മള് ഒരു ദൂതനോടെ കിട്ടെ, നമ്മളൊരു പഞ്ചായത്ത് വാർഡൊക്കെ ഒരു മെമ്പറെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ ഉപദ്രവിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് മെമ്പറാക്കാൻ നിൽക്കുമ്പോഴാണെങ്കിലും ഏതെങ്കിലും പാർട്ടി ചെയ്യോ? അല്ല, അതൊന്നും ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴേ ഈ ഉറുമ്പും കൂട്ടിൽ അതിനെ പിടിച്ചു തരാൻ വേണ്ടി നമ്മൾ ഈ കൂട്ടിൽ കച്ചിടുമ്പോഴേ ഒരു 10 എണ്ണം വേറെയും കടിക്കൂലേ? അപ്പൊ അതിനും കൊല്ലേണ്ടി അല്ലേ? അത് കുഴപ്പമില്ല. അതിനെ തെരഞ്ഞു പിടിച്ചു. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്താ അറിയോ, ജീവികളോട് ക്രൂരത കാട്ടാൻ പഠിപ്പിക്കുന്ന മതം എന്ന് ലിയാഖത്ത് പറഞ്ഞു. ജീവികളോട് ക്രൂരത കാട്ടാൻ പറഞ്ഞതും മതാണ്, ക്രൂരത കാട്ടരുത് എന്ന് പറഞ്ഞതും ഉണ്ട് മതത്തില്. ക്രൂരത കാട്ടരുത് എന്ന് പറഞ്ഞതിനും മതം കാരണം പറയുന്നുണ്ട്, ബാലരമ കാരണം. കൊല്ലാൻ പറഞ്ഞതിനും കാരണം. പല്ലീനെ കൊന്ന പല്ലീന്റെ അവസ്ഥ എന്താണ്? കറുത്ത പട്ടീന്റെ അവസ്ഥ എന്താണ്? പാമ്പിന്റെ അവസ്ഥ എന്താണ്? കാക്കയുടെ അവസ്ഥ എന്താണ്? ഇതൊക്കെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ. മദീനയിൽ കാണുന്ന ചില പാമ്പുകളെ കൊല്ലരുത്, 3 ദിവസം സമയം കൊടുക്കണം എന്ന് പറയുന്നത്. അത് വീടിനകത്തുള്ള ചിലപ്പോ നല്ല ജിന്നേ കാരണം. ഇതൊക്കെ ചെയ്താനാണ് കറുത്ത പട്ടിനെ കൊല്ലാൻ പറഞ്ഞത് പിശാചായതുകൊണ്ടാണ്. പിശാചായതുകൊണ്ടാണ് പല്ലിനെ കൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഒരു തെളിവും ചോദിച്ചു വരും. പൊന്നാര മക്കളെ, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കേട്ടറിവുള്ള കുറേ കഥകളുണ്ട്. വീട് വിശ്വാസികളുടെ ഇടയിൽ പണ്ട് കാലം മുതൽ പ്രചരിച്ച കഥയും കൾച്ചറും എല്ലാം കൂടെ ചേർന്നതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാമാണികമായ ദീൻ എന്ന് പറയാം. പ്രാമാണികമായ ദീനിൽ പല്ല് ചെയ്ത അപരാധം എന്താണ് നിങ്ങൾ പറയും? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുന്നു, ഇവർ നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യണില്ലേ? ഖുർആൻ തന്നെ സാക്ഷിയല്ലേ? ബനു ഖുറൈലക്കാരുടെ ഈന്തപ്പഴത്തോട്ടങ്ങൾ, ബനു നദിയുടെ സോറി ഞാൻ വാഗ്ദയിച്ചു, ബനു നദിയുടെ തോട്ടം കത്തിച്ചില്ലേ അല്ലേ? അപ്പൊ അവര് വിഷമത്തോടു കൂടി അത് ചെയ്തതിന് അവർ പറയുന്നുണ്ടാവും, എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നത് അല്ലേ? പിന്നെ പറയുന്നത് വെച്ചാൽ യുദ്ധത്തിൽ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുകയെന്ന്. മുശ്രിക്കീങ്ങളുടെ പിന്നെ ആ രാത്രി യുദ്ധങ്ങളിൽ അവർ കൊല്ലപ്പെടും എന്ന് ആരോ പറഞ്ഞപ്പോ അവരിൽ പെട്ടതാണ് പെട്ടതല്ലേ എന്നാണ് പറയുന്നത്. ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കേ. മാര്യത്തിൽ മറ്റുള്ള ഭാര്യമാര് പുഷ്പിണികളാകാത്തത് കൊണ്ട് മാര്യത്തിൽ കിർത്തി എന്ന വെള്ളാട്ടിയിൽ, പക്ഷേ വെള്ളാട്ടിനെ കോൺക്യുബൈൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അല്ലേ, കോൺക്യുബൈൻ. ഓക്കെ, ബാസിൽ അല്പം പ്രശ്നമാവട്ടെ. അപ്പോൾ ഈ കോൺക്യുബൈൻ ആളാണ് ഈ പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്നത്. അപ്പൊ ഇബ്രാഹിമിനെ സംരക്ഷിക്കാനും മുലയാട്ടാനൊക്കെ സ്വർഗത്തിലെ ആളുകളുണ്ട്. അപ്പോൾ പ്രായപൂർത്തി എത്താതെ മരിച്ചു പോകുന്ന കുട്ടികളുടെ കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ അത് ഞമ്മക്കും അറിയില്ല എന്ന് റസൂൽ പറഞ്ഞത്. പക്ഷെ ഇബ്രാഹിം മുലയൂട്ടാൻ സ്വർഗത്തിലെ ആളുണ്ട്. ഇനി എന്റെ മക്കൾക്കാരുണ്ട് എന്ന് ചോദിച്ചു. ആരാണ്? ഉഖബ അല്ലേ? എന്റെ മക്കൾക്കും നരകമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ മുഹമ്മദിന്റെ ഹദീസിനെ നെഗേറ്റ് ചെയ്യുന്ന സംഗതി ഉള്ളത് ആണ്. അത് ഓരോ സന്ദർഭത്തിൽ നടത്തിയെടുക്കേണ്ടി വരും. അതായത് സ്ഥിരത ഇല്ല ഈ പറയുന്നത്. അള്ളാഹുണ്ടോ? ഇപ്പൊ നിങ്ങളൊന്നും നേരത്തെ പറഞ്ഞ അള്ളാഹ് അതല്ലേ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അത് പല ഭാഗങ്ങളിലുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ 9-5 നേരെ 291 കൂട്ടിക്കെട്ടുള്ള കാരണം എന്താ വെച്ചാൽ 23 കൊല്ലക്കാലങ്ങളിൽ വന്ന വഹിയല്ലേ. അപ്പൊ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ലായി. അല്ല, അധികാരം കയ്യിൽ വന്നിട്ട് കൊല്ലാൻ ഉത്തരവ്, അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേഷൻ വരേണ്ടത്. ഈ 9-5-291 സാഹചര്യം എന്താന്ന് വെച്ചാൽ, അധികാരം മദീനയിൽ ഇപ്പം ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ പിന്നെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് നിങ്ങൾ പോണത്.
അത് കേൾക്കുന്ന വിശ്വാസിക്ക് ഈ പിന്നെ സ്വഭാവത്തിലും ഇവരുടെ നിലപാടുകളിലുള്ള കാർക്കശ്യം കൂടി വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ 291 അവതരിപ്പിച്ചതിന് ശേഷം പിന്നെയും 1-2 വർഷം കഴിഞ്ഞിട്ടാണ് 9-5 വരുന്നത്. 291 അവിടെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആക്രമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവിടെ ഒരു യുദ്ധസന്ദർഭമില്ല. അതിൻ്റെ സന്ദർഭം അവർ യുദ്ധം കൊണ്ട് വരട്ടെ, അപ്പോൾ നമുക്ക് വിശദീകരിക്കാം. 9-5 എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫാസിസം കഅബയും കീഴടക്കി അവിടുത്തെ ജനങ്ങളുടെ മുകളിൽ ഫാസിസത്തിന്റെ അവസാനത്തെ കൊടി നാട്ടുന്ന പരിപാടിയാണ്. പിന്നെന്താ സംശയം? മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണത്. അപ്പൊ പിന്നെ സ്ഥാപനമാണ്. പിന്നെ ഇപ്പൊ അതില് ഹിജാസും പരിസര പ്രദേശങ്ങളും കീഴടങ്ങി. ഒന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ മക്ക മുശ്രിക്കുകളോടുള്ള ഉത്തരവാദിത്വ വിമുക്തി, അവരോടുള്ള ബാധ്യത ഒഴിഞ്ഞമായിട്ടുള്ള പ്രഖ്യാപനം. രണ്ടാമത് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ഈ ഹിജാസും പരിസര പ്രദേശങ്ങളും കീഴടങ്ങി, ഇനി റോമക്കാര് അങ്ങനെയാണ് തബൂക്ക് പര്യടനം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതും 30 ദിവസവും അവിടെ അത് നമ്മൾ ഒരിക്കലും പറഞ്ഞ കേട്ടാ. അപ്പൊ മാഷേ ഈ തബൂക്ക് പര്യടനവുമായിട്ട് പോവാണ്. അപ്പോൾ 30 ദിവസം അവിടെ പോയിട്ട് അള്ളാഹുവിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട്. ഭയങ്കര പ്രയാസമുള്ള വരൾച്ചയുള്ള സമയമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ആളുകൾ എങ്ങനെ, അത് മുമ്പ് നമ്മൾ പറഞ്ഞു, പോകുന്ന വഴിയിൽ ആളുകൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതിലാണ് ഈ ജദ്ദുബിൻ ഖൈസ് എന്ന ആളോട് എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നെ കുഴപ്പത്തിലാക്കരുതേ മുഹമ്മദേ എന്ന് പറഞ്ഞു. കുഴപ്പത്തിലാക്കരുത് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാരണം പറയുന്നുണ്ട്, ബൈസാന്റിയൻ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കമ്പം കൂടും അല്ലേ. അയാൾക്കുള്ള ഒരു ബലഹീനത വിളിച്ചു പറയണേ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി കൊടുക്കൽ നമ്മൾ സാധാരണ വേണ്ടത്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്, അവരിൽ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്നവരും ആ കൂട്ടത്തിലുണ്ട്. തീർച്ചയായും അവർ കുഴപ്പത്തിലായി കഴിഞ്ഞു. അപ്പൊ ഈ ബൈസന്റിയൻ സൈഡിലേക്ക് പോണത് ഒരു ഭാഗത്ത് കരമാർഗമുള്ള സഞ്ചാരം. മുഹമ്മദ് നബി ഉമ്മു ഹറാമിന്റെ മടിയിലല്ല വെച്ച് കിടന്നത്, ഉറങ്ങിയത്. കടല് കടന്ന് പോകുന്ന ജിഹാദിന് പോകുന്ന ആളുകളെ കുറിച്ച്. അപ്പൊ അല്ല, ഈ തബൂക്ക് ഇപ്പൊ ഈ തൗബയിലേക്ക് മടങ്ങി പോയി കഴിഞ്ഞാൽ തൗബയിൽ അവിടെ പോയിട്ട് റോമക്കാരൊക്കെ പിൻവലിയുന്നുണ്ട്. അങ്ങനെ ഒന്നും നടക്കണില്ല. അപ്പൊ അവിടെയുള്ള ആൾക്കാരായിട്ട് ഈ 9.29 ക്ലോസ് വെച്ചിട്ട്, അതായത് പിന്നെ സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് അള്ളാഹുവിൻ്റെ പ്രവാചകനും നിഷിദ്ധമായി ഗണിക്കാതിരിക്കുക. എന്തിനാ അവർ ഗണിക്കണം നിഷിദ്ധമായിട്ട്? ഇപ്പോൾ ഞാൻ പറയട്ടെ, മുസ്ലിങ്ങൾ പന്നിറച്ചി കഴിക്കണം വിചാരിച്ചിട്ട് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ അത് അവർക്ക് കഴിക്കാടാം നമ്മൾ നിർബന്ധ ബുദ്ധി പാടുണ്ടോ? പാടില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും നിഷിദ്ധമായി ഗണിക്കാതിരിക്കുന്ന ആളുകളോട് കയ്യോട് അവരെ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കയ്യോടെ കപ്പം കൊടുക്കുന്നവരെ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഇവരോട് ഈ പറയുന്ന ചരിത്രത്തിൽ എഴുതി വെച്ചാണ് അവരോട് കപ്പം ചോദിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിയിൽ ഏതോ ഒരു രാജാവിനെ ആക്രമിച്ച് അയാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ അയാളെ കന്നുകാലികളെ മോഷ്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ആലോചിച്ച് അവിടെ ഒരു വില്ലേജ് രാജാവ് എന്ന് പറഞ്ഞുകൂടാ, അവിടുത്തെ ഒരു ഗ്രാമത്തലം എന്ന് വേണമെങ്കിൽ പറയാം. അയാളെ കന്നുകാലികളെ മോഷ്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഗനീമത്തായിട്ട് സ്വത്ത് പൈസ വേണ്ടേ, ഈ പോയിന് പൈസ മുതലാക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാലേ, നമുക്കിതിങ്ങനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് വിശ്വാസികൾ ഇതൊക്കെ ഒന്നുകൂടി വായിക്കാൻ തയ്യാറാവണം. ഞങ്ങളെ വിട്ടേക്ക്. ഞാനും പറയണത് ജബ്ബാർ മാഷ പറഞ്ഞൊക്കെ വിട്ടേക്ക്, ഉമ്മർ ഭായിയുടെ ഭാവനയും വിട്ടേക്ക്. നിങ്ങൾ കിതാബ് എടുക്കുക. ഉസ്താദ്മാർ പലതും പറയും, വായിക്കല്ലേ മക്കളെ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വായിക്കേ, നമ്മൾ പറയണത് ശരിയാണോ അല്ലേ എന്ന് വായിക്കുക, ഒന്ന് പരിശോധിക്കുക. ഇതിനകത്തൊരു മാതൃകയില്ല എന്ന് മാത്രമല്ല, ഇത് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന മുതലുകളല്ല. ഖുർആനിലായാലും ഹദീസിലായാലും അതിൻ്റെ തഫ്സീറിലായാലും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോഡ്കാസ്റ്റ് കുട്ടികളിരുന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടുന്ന് അടർത്തി പറയാണ്, പിന്നെ തഫ്സീറും സബബുൻ നുസൂലും സീറയൊക്കെ വായിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് വിവരം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ശരിവെക്കുകയാണ്. എന്ത് തഫ്സീർ സീറയൊക്കെ വായിച്ചാൽ ഞങ്ങൾക്ക് ശരിയായ ചിത്രം കിട്ടും. ഞങ്ങൾ പറയുമ്പോൾ എല്ലാം ഒന്നും പറഞ്ഞൊന്നും വരില്ല. ഞങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൽ പറയാൻ വൈക്ലബ്യമുള്ള പലതും നമ്മൾ മാറ്റി വെക്കും. കാരണം നമുക്ക് ഇച്ചിരി ഉസുറും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചില വാചകങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചിലത് ഞങ്ങൾ മാറ്റി വെക്കും. അതുകൊണ്ട് നിങ്ങളത് വായിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം,
ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഉറുവൻ അബൂബക്കർ വിളിക്കുന്ന തെറി കിതാബിലുണ്ട്. എനിക്ക് മലയാളത്തിലെ പറഞ്ഞേക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. അത് മുഹമ്മദ് ഹിജാബിന് ഇന്റർനാഷണൽ പ്രശസ്തി കൊടുത്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഒരുത്തനുണ്ട്. നമ്മളെ നാട്ടില് ആ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം. വേണ്ടിയിട്ട് ദീനിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് അവനെടുത്തത്. മുഹമ്മദ് ഹിജാബ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തെറി പറയുന്നതിനെ ന്യായീകരിച്ചതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ തെറി പറയാൻ തുടങ്ങിയ ഒരാൾ പാലക്കാട് സൈഡിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് പോഡ്കാസ്റ്റ് കുട്ടികൾക്ക് അറിയാം, ഓലെ പൊന്നോമനെയാണ് അവൻ. അപ്പോൾ ഇത്തരം ആൾക്കാരെയൊക്കെ വെച്ച് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി നിങ്ങൾ തുടരണം എന്നാണ് പറയാം. നമ്മളടുത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണ്, പോഡ്കാസ്റ്റിൻ്റെ ടെക്നോളജി ഇല്ല. ജബ്ബാർ മാഷ്ക്കാണെങ്കിൽ ഇത് എന്താണെന്ന് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾ പറയുന്നത് കിതാബിലുള്ളതാണ്. കിതാബ് നിങ്ങൾ കാണാത്തതിന് നമ്മൾ കുറ്റമല്ല. അക്ബർ സാഹിബ് പറഞ്ഞാണ് കിതാബ്, സാക്കിർ നായിക്ക് പറഞ്ഞാണ് കിതാബ് എന്നും പറഞ്ഞിരുന്നാൽ നിങ്ങൾ ചുറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ കിതാബിലേക്ക് തിരിച്ചു പോവാ. ഇവരാകെ പറയണത് കിതാബിലേക്ക് മടങ്ങുന്നല്ലേ. അപ്പോൾ അതന്നെ നമ്മൾ പറഞ്ഞ കിതാബിലേക്ക് മടങ്ങൂ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് ഇവരെ കേൾക്കുന്ന വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവർ പറയുന്നത് കേൾക്കുക, നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നേ ഇല്ല. നിങ്ങൾ എന്നിട്ട് ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ഈ പറഞ്ഞതുപോലുള്ള കിതാബുകൾ വായിച്ചിട്ട് പരിശോധിക്കാം. തീർച്ചയായിട്ടും കിതാബുകൾ വായിച്ച് പരിശോധിച്ചിട്ട് ഇവർ പറയുന്നതാണോ ശരി, അതല്ല നമ്മൾ പറയുന്നതിലാണോ ശരി എന്നുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇനിയിപ്പോൾ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉമർ പറഞ്ഞതുപോലെ ലിയാക്കത്ത് പറഞ്ഞു എന്നതുകൊണ്ട് ഒരു കാര്യം ആരും ആധികാരികമായിട്ട് എടുക്കേണ്ടതില്ല. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയുന്നത് കണ്ണും കൂട്ടി വിഴുങ്ങലല്ല. അയാൾ പറയുന്നത് ശരിയാണോ, അതിൻ്റെ രേഖകളും ചരിത്രവും അതിൻ്റെ മറ്റെല്ലാ വസ്തുതകളും പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വയം പഠിക്കുക. അപ്പോൾ ഖുർആൻ എന്താണെന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ തഫ്സീർ എന്താണെന്ന് വായിച്ചു നോക്കുക, ഹദീസുകൾ എന്താണെന്ന് വായിച്ചു നോക്കുക. അത് എന്നിട്ട് ഈ പറയുന്നതൊക്കെ അനുസരിച്ച് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധാർമ്മിക ബോധവുമായിട്ട് എത്രത്തോളം ഇത് പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഒരു പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറായാൽ മറ്റേ മൂല്യർ പറയുന്നത് തന്നെയാണ് സംഭവിക്കുക. വായിച്ചു പോകല്ലേ മക്കളെ, വായിച്ചാൽ പിഴച്ചു പോകണം. എന്തിൽ നിന്ന് പഴക്കണം? ഈ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ഇരുട്ടിൻ്റെ ദർശനങ്ങളിൽ നിന്ന് പിഴച്ച് മനുഷ്യൻ വെളിച്ചത്തിൻ്റെ ദർശനത്തിലേക്ക് വഴിതെറ്റി വരണം എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളായാലും പ്രവർത്തനങ്ങളായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് നമ്മൾ തുടരുകയും ചെയ്യും. അതിൻ്റെ കൂടെ എനിക്ക് ഈ പോഡ്കാസ്റ്റ് കുട്ടികളോട് പറയാനുള്ള കാര്യം, RV ബാബുവിനെയും പിന്നെ ശശികല ടീച്ചറേയും ജബ്ബാർ മാഷി ലിയാക്കത്തിനെയും ചേർത്ത് കെട്ടിയിട്ടുള്ള നിങ്ങളുടെ ആ കലാപരിപാടി അവസാനിപ്പിച്ചതാണ്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, നമ്മളൊക്കെ മുസ്ലിം വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് വിശ്വാസികളോട് കളവ് പറയുകയും അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ ലൈംഗിക അരാജകത്വത്തിൻ്റെ ഹദീസുകളിലേക്ക് നമ്മളെ വലിച്ചിഴക്കുകയും ചെയ്യുന്ന തന്ത്രം അവസാനിപ്പിച്ചതാണ്. മുഹമ്മദിൻ്റെ ലൈംഗികത ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. ഇത് പറഞ്ഞത് നമ്മൾ പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞു. ഇനി അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോയതും പിന്നെ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയതും എടുത്തിട്ട് വരണ്ട, അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആദ്യം ഇവരുടെ നുണയിൽ നിന്ന് നമ്മൾ പൊളിച്ചത് സൂറത്തു തൗബയുടെ പശ്ചാത്തലമാണ്. കാലങ്ങളായിട്ട് നിങ്ങളിവിടെ പറഞ്ഞിരുന്ന നുണ അത് തീരുമാനമാക്കാൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇസ്ലാം എന്ന് പറയുന്നതിനകത്ത് ദൈവികതയുടെ അംശമില്ല എന്ന് ദൈവവിശ്വാസിയായിരിക്കെ ഞാൻ തിരിച്ചറിയുന്നത് ഇസ്ലാമിൻ്റെ അടിമത്തവുമായി ബന്ധപ്പെട്ട സമീപനത്തിലാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ധാർമ്മികതയും മാനവികതയും അളക്കാൻ അടിമത്തം എന്ന ഒരൊറ്റ മാനകം മതി. അതുകൊണ്ട് എൻ്റെ പരസ്യ സംവാദം അടിമത്തം എന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്, ഇസ്ലാമികേതര സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മതേതര സമൂഹത്തിൻ്റെ നിലപാട് എന്താണ്, ഈ വിഷയത്തിലാണ് സംവാദത്തിന് ഞാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തൻ്റെ ഇടമുള്ള ആളുകൾക്ക് വെല്ലുവിളി ഏറ്റെടുക്കാം. പരസ്യ സംവാദത്തിനാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ന്യായീകരണങ്ങൾ പരമാവധി നടത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിക്കാം. അപ്പോൾ അതുകൂടി മുന്നോട്ട് വെക്കുകയാണ്. ജബ്ബാർ മാഷും ഉമർ ഭായിയോട് പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവം ഇല്ല എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അള്ളാഹു ഒഴികെയുള്ള വേറെ ദൈവങ്ങളൊക്കെ മിഥ്യയാണ് എന്ന് മദ്രസയിൽ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ തീർത്തു. പിന്നെ ബാക്കിയുള്ള ഒരേ ഒരു ദൈവം അള്ളാഹുവാണ്. അള്ളാഹു എന്ന ദൈവമാണോ അല്ലേ എന്നുള്ളത് കാരണം പള്ളിക്ക് പോയിക്കാണ്ട് രാമനാണ് ദൈവം എന്ന് ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ പുസ്തകം വായിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ പുസ്തകത്തിന്റെ നിലവാരമാണ് നമ്മൾ അള്ളാഹു എന്താണ് സാധനം എന്ന് മനസ്സിലാക്കി തരുന്നത്.
അപ്പോൾ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അള്ളാഹു കൊടുത്തയച്ച പുസ്തകം ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം അതാണ് സോഴ്സ്. ആ സോഴ്സ് ചർച്ച ചെയ്തിട്ട് ആ പുസ്തകത്തിന്റെ നിലവാരം എന്താണോ, അതിൽ പറയുന്ന അള്ളാഹുവിന്റെ നിലവാരം എന്താണ്, ആ അള്ളാഹു എവിടുന്ന് വന്നതാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ദൈവം ഉണ്ടോ, പ്രപഞ്ചത്തിന്റെ അപ്പുറത്തായാലും കുത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൂട്ടായിട്ട് വേറെ അന്വേഷിക്കാം. അവിടെ നമ്മൾ വരേണ്ടത് മനുഷ്യർക്കാകെ ഒരു ദൈവമുണ്ടെന്നും എല്ലാ മതങ്ങളും ദൈവത്തെ പ്രകീർത്തിക്കുന്നതാണെന്നും ദൈവവിശ്വാസം എന്നൊരു പൊതുവായ ചക്രത്തിലേക്ക് ദൈവവിശ്വാസികളെല്ലാവും ഏകീകരിക്കപ്പെട്ടിട്ട് ഞങ്ങൾ ദൈവവിശ്വാസികൾ, നിങ്ങൾ ദൈവനിഷേധികൾ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരട്ടെ. അപ്പൊ നമുക്ക് ദൈവത്തെ കുറിച്ച് അങ്ങനത്തെ മനുഷ്യന് ഉപദ്രവമില്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കുഴപ്പമുള്ളത്? ആ ദൈവത്തിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഏതെങ്കിലും മലക്കുകൾ താങ്ങി പിടിച്ച കസേരയിൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കാൻ അല്ല, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാക്രികൾക്ക് ദൈവമുണ്ട്, നമുക്ക് അവനെ പ്രയാസപ്പെടുത്താൻ അങ്ങനത്തെ ഒരു ദൈവം ഉണ്ട്, അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പല ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴുത്ത് വെട്ടിക്കോ ഞാൻ പേടിപ്പിച്ചു തരാന്ന് പറയുന്ന ഒരു ദൈവത്തിനോടാണ് നമുക്ക് വിരോധമുള്ളത്. അങ്ങനെ ഒരു ദൈവം ഈ നൂറ്റാണ്ടിൽ മനുഷ്യർക്ക് ആവശ്യമില്ല. അതാണ് ഇല്ല, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇസ്ലാം അറിയണതനുസരിച്ച് മാഷ് പറഞ്ഞ മാതിരി ആകെയുള്ള ദൈവം അള്ളയാണല്ലോ. ആ അള്ള ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ആ അള്ള ദൈവമാണോ അല്ലേ എന്നുള്ളതും ചർച്ച ചെയ്യാൻ അടിമത്തം മതി. അപ്പൊ ഒരൊറ്റ അടിമത്തം ചർച്ച ചെയ്തത് എല്ലാത്തിനും തീരുമാനമായി. ഖുർആനും തത്ത ചുട്ടെടുക്കും പോലെ ഖുർആൻ ഒരു പേജിൽ പറിച്ചിട്ട് ആ പേജിൽ ഒരു 4 ആയത്താണ്ട് ഓതിയാൽ മതി. അതിൽ അടിമ ഉണ്ടാവും. അടിമല്ല, അതിൽ പഠിച്ചോന്റെ നിലവാരം എന്താണെന്ന് അതിന് മനസ്സിലാവും. അതാണ് ഇപ്പൊ നമ്മള് ഖുർആൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലരുടെ ഒരു ആക്ഷേപം എന്താ വെച്ചാല് എല്ലാ ആയത്തിലും നമ്മൾ ട്രോളാക്കുകയാണെന്നാണ് കുട്ടികൾ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ ആയത്തിലും കുറ്റം കണ്ടെത്തുകയാണെന്ന്. ഇപ്പൊ നമ്മൾ വിളിച്ച ആള് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ആയത്തിലും കുറ്റം കണ്ടെത്തല്ല, എല്ലാ ആയത്തിനും ദൈവീകതയുടെ നിലവാരമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ എല്ലാ ആയത്തും ഒരു ദൈവത്തിന്റെ പോയിട്ട് ഒരു നിലവാരമുള്ള മനുഷ്യന്റെ അടുത്ത് പോലും ഒരു ആയത്ത് എത്തുന്നില്ല. അപ്പൊ നമ്മളത് പറയുന്നു, അതുകൊണ്ടാണ് നമ്മളതിനെ വിമർശിക്കുന്നത്. ഇപ്പൊ എനിക്ക് വന്നൊരു കോളിലേ എന്നോട് ഒന്ന് സംവദിക്കാൻ വിളിച്ചായിരുന്നു. അപ്പൊ അയാൾ പറയണത്, നിങ്ങൾ എന്തെങ്ങനെ മതത്തിനൊക്കെ തമാശയാക്കണല്ലോ, നിങ്ങൾ തമാശയാക്കണം എന്തിനാന്ന് വെച്ചാൽ ഇത് വായിച്ചാൽ പൊന്നാർ ചങ്ങായിമാരെ നമ്മൾ ഇതിൻ്റെ ആ സീരിയസ്നെസ്സും ആ കബറും ആ ഇരുമ്പ് ദണ്ടും ആ നരകത്തീയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വായിച്ചു നോക്കിയേ. നല്ല ആശ്വാസം കിട്ടും. ഒരു കോമഡി സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റ് കിട്ടും. അതാണ് ഇന്നലെ മൊയ്ലിയറിനെ കുറിച്ച് പറഞ്ഞത്. സംഘരാടി കൊള്ളാവുമ്പോ ആണക്ക് പൊന്നാര നബി എങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ ഈസിയാക്കി തന്നതെന്ന് രാത്രി മയങ്ങിയിട്ട് കിടന്നുറങ്ങണ ഒരു ചെറുക്കൻ വായിച്ചോണ്ടിരിക്കുമല്ലേ. അതല്ല, അള്ളാഹുവിന് ലജ്ജയില്ല, മൂപ്പർക്ക് ലജ്ജയുണ്ട്. എന്തിന് നിങ്ങൾ ചുറ്റിപ്പറ്റി കണ്ട പോയിക്കോളി അറിയാൻ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്ന സമയം നിങ്ങൾ എന്താ അവിടെ നിൽക്കണേ എന്ന് ചോദിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വായിച്ച് നമ്മൾ ചിരിച്ചു പോകും. അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. പിന്നെ അറബിയിൽ ഇങ്ങനെ മണിച്ച് സദ്ദും അതും നോക്കി ഓതുമ്പോൾ ചിരി അർത്ഥം അറിയാത്തവർക്ക് ഭക്തി തോന്നും. അപ്പൊ അത്ര ഏത് ഭാഷയാണെങ്കിലും അതിനെ മണിച്ചു ഓതുമ്പോഴൊക്കെ നമുക്ക് ഭക്തി തോന്നുന്ന സ്വാതന്ത്ര്യം. ഇനി അത് ഞാൻ എനിക്ക് വിഷയമായി പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, അതായത് എനിക്ക് പ്രമാണങ്ങൾ മറ്റെല്ലാ പ്രമാണങ്ങളെയും പോലെ പിന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് മാത്രമാണ് എനിക്ക് സന്ധിയില്ലാ സമരം. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ മുസ്ലിങ്ങളോട് നമുക്ക് യാതൊരു വെറുപ്പോ ഒന്നുമില്ല. നമുക്ക് അവരോട് ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ മനുഷ്യരോട് നമ്മൾ ഈ മതത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ. മുസ്ലിങ്ങൾ നശിച്ചു പോകുന്നത് ഈ മതം കാരണം. ആ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ശത്രു. കാരണം ഇവരെ കാലാകാലം ഈ ഇരുട്ടിൽ തളച്ചിട്ട് ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വയലും പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിങ്ങളാണ് വിക്റ്റിമാണ്. മറ്റെല്ലാ മതങ്ങളെയും പോലെ ക്രിസ്ത്യാനിയുടെ വിക്റ്റിമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരും ഇതിന്റെ വിക്റ്റിമാണല്ലോ. മാഷ് പറഞ്ഞതിന്റെ കൂടെ ഒരു കൂട്ടരെ കൂടി നമ്മൾ പറയണം. മതത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ മാത്രമല്ല, മതത്തിൽ നിൽക്കാൻ പ്രേരണ കൊടുക്കുമാറ് ഒരു ജനവിഭാഗത്തിനെതിരെ വെറുപ്പുൽപാദിച്ചുകൊണ്ട് ആളുകളെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആൾക്കാരും മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോന്ന് അറിയില്ല. അവർ മുസ്ലിങ്ങളുടെ മാത്രമല്ല, അവർ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ പൊതു ശത്രുവായിട്ട് കാണണം. കാരണം നമ്മുടെ അതുപോലുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ആ രീതിയിലല്ല ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന്റെ ശത്രുവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു മര്യാദ കൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ മതത്തെ മാത്രം കാര്യമായിട്ട് വിമർശിക്കുന്നത്. അത് പറയുമ്പോൾ അതിന് സാങ്കേതികമായിട്ട് അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താം, നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നിന്ന്. പക്ഷെ അത് ഇതൊരു മര്യാദയുടെ ഭാഗമാണ്. കാരണം നമ്മുടെ മതത്തെക്കുറിച്ച്, നമ്മൾ ജനിച്ചു വളർന്ന മതത്തെക്കുറിച്ച് ഒന്നും പറയാതെ മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാൻ പോകുമ്പോൾ മറ്റുള്ളവരും സമൂഹവും നമ്മളെപ്പോലും കാണുന്നത് വേറൊരു രീതിയിലാണ്.
നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല, ഒരു വർഗീയവാദി എന്നുള്ള രീതിയിലാണ് നമ്മൾ. അതെ അതെ. അങ്ങനെ കാണുന്ന ഒരു സമൂഹത്തെ കൂടെ പരിഗണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവനവന്റെ മുറ്റം വൃത്തിയാക്കിയിട്ട് മറ്റുള്ളവന്റെ മുറ്റത്തേക്ക് പോകാൻ തീരുമാനിക്കും. 100%. അതെ. അപ്പൊ അത് കൂടുതൽ പഠിച്ചത് നമ്മൾ ഈ പറയുന്ന ഈ മതമാണല്ലോ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അത് മാത്രമല്ല, അപ്പൊ ഇതിൽ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ ആശയം കൊണ്ടു നടക്കുന്നവർ, ഇപ്പം RV ബാബു, ശശികല ടീച്ചർ, ഇപ്പം ഇന്നലെ ഒരു വിദ്വാൻ ശശികല ടീച്ചർ ജബ്ബാർ മാഷിയാണ് സമീകരിക്കുന്നത് കണ്ടത്. കുറേ കാലമായിട്ട് എന്നെ 2 സ്വതന്ത്രേന്ദ്രരായിട്ട് സമീകരിക്കുന്നത് എനിക്ക് സഹിക്കുന്നുണ്ടായില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവരിൽ വീഡിയോ തുറന്ന് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. തീർച്ചയായിട്ടും മറ്റുള്ളവർ അവരുടെ രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ അവരുടെ മറ്റു താല്പര്യങ്ങളോ അനുസരിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ജാമിദ ടീച്ചർ ആയാലും ആരിഫ് ഹുസൈൻ ആയാലും വേറെ ആരായാലും അവരൊന്നും പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും ജബ്ബാർ മാഷിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്താൻ തയ്യാറാണ്. അതെ അതെ. അതല്ല എങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മറ്റേ അറിവുകൾക്ക് പരിമിതികളുണ്ട്, നമ്മുടെ വായനയ്ക്ക് പരിമിതികളുണ്ട്, നമ്മളുടെ മുമ്പിലുള്ള കിതാബുകൾക്ക് പോലും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ശരിയെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ എനി ടൈം ഞാൻ തയ്യാറാണ്. പിന്നെന്താ പറയുക ഭാഷേ, ഇപ്പൊ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ അപകടകരമാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയം. ഈ പറയുന്നത് സംഘപരിവാറിനേക്കാൾ അപകടകരമാണ് സംഘപരിവാറിന് പറയാൻ കഴിയാത്ത വെറുപ്പ്. മുസ്ലിം അല്ലെങ്കിൽ ഒരു അറബിക് നാമം ഉണ്ട് എന്ന ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനേക്കാളും മികച്ച രീതിയിൽ മുസ്ലിം വെറുപ്പ് പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ, അവരെയും നമ്മളെയും ചേർത്ത് കെട്ടിയിട്ട് മതവിമർശനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കപട തന്ത്രത്തിലൊക്കെ കാണുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് മാഷ് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് കൃത്യമായ വിമർശനം നടത്തുന്നുണ്ട്. നമ്മളുടെ വീഡിയോയ്ക്ക് മറുപടി പറയാൻ, ഞാൻ ഒരു വിമർശനം ഉന്നയിച്ചതിൻ്റെ മറുപടി പറയാൻ, എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ ജബ്ബാർ മാഷെ കോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജബ്ബാർ മാഷ്ക്ക് മറുപടി പറയാൻ എന്നെ കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജബ്ബാർ മാഷ് മറുപടി പറഞ്ഞതിനോട് എൻ്റെ പ്രതികരണം ചേർത്ത് വെക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഓരോ ആളുകൾക്കും നിങ്ങൾ അവരവരർഹിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുക. അതിന് പകരം ഇതെല്ലാം കൂടെ ഹലക സമാവാത്തി വല്ല അറുളാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിച്ച് കബളിപ്പിച്ച് ഈ പരിപാടി അധികകാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ സ്വതന്ത്ര ചിന്ത, ഇപ്പോൾ ഞാൻ ഏതുപോലെ ഒസാമ ബിൻ ലാദനോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദികൾ ഒരു മുസ്ലിങ്ങളല്ലേ, ഭീകരവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, ISIS-ഉം പിന്നെ വിസ്ഡം ഗ്രൂപ്പും 2 മുസ്ലിങ്ങളല്ലേ? അതെ അല്ലേ? താലിബാനികളും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി 2 ജമാഅത്തെ ഇസ്ലാമീൻ്റെ വകഭേദങ്ങളല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ISIS തന്നെയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും എന്ന് പറയുന്നതിന് ISIS എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനം പോലെ അതും തന്നെയാണ് ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും എന്ന് പറയുന്നതിന് സമാനമാണ് മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, സംഘപരിവാർ ആശയം പ്രചരിപ്പിക്കുന്ന, മുസ്ലിം വിരുദ്ധത പറയുന്ന ആളുകളും. അവരാണ് പൊതുവിൽ ഇസ്ലാമിക വിമർശകർ എന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ISIS നിങ്ങൾ ഒന്നാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. അതല്ല, നിങ്ങൾ മാന്യമായും അന്തസ്സായും വിമർശനങ്ങളെ ക്രിയാത്മകമായിട്ട് നേരിടാൻ നിങ്ങൾക്ക് ഒരുക്കമാണെങ്കിൽ നമ്മൾ ഏത് സമയത്തും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തയ്യാറാണ്. അപ്പോൾ ഫോട്ടോ തമ്പനയിൽ വെക്കുമ്പോഴും പേരുകൾ പരാമർശിക്കുമ്പോഴും നിങ്ങൾ ഗണങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് വിശ്വാസികൾ ഇതൊക്കെ കാണുന്നുണ്ട്, അവരിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അപ്പൊ നമ്മള് തുടക്കത്തിൽ തമാശയായിട്ട് തുടങ്ങിയ പിന്നെ നിങ്ങൾ ഒരു പറഞ്ഞോടത്തൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഈ ICC അൽഖ്വയ്ദ കൂട്ടിയാലായിട്ടാ ഈ പറഞ്ഞ ലോകത്തിലെ മുസ്ലിങ്ങൾ വളരെ ഉള്ളൂട്ടാ. മറ്റേ അത് ഇത് വളരുന്ന മുസ്ലിങ്ങളെ നമ്മളുണ്ട്. കാരണം ICC അൽഖ്വയ്ദിനെയും ജബ്ബാർ മാഷി ഇങ്ങളെ കണ്ട് ഒഴിവാക്കിയാൽ 150 കോടി കുറയില്ല. ഷിയാക്കളെ കണ്ട് പറഞ്ഞാൽ കാദ്യാനികള് വളരുന്നതിന്റെ കണക്ക് മറന്നുപോയതാണ്. അതായത് കൂട്ടത്തിൽ ഞാനും ഇന്നലെ ഒരു വീഡിയോ പക്ഷെ നിങ്ങൾ പ്യൂർ റിസർച്ച് ഒക്കെ നോക്കിയാ പ്യൂർ റിസർച്ചിന്റെ ഡാറ്റ വെച്ചിട്ട് 2015 പുതിയതോ പ്യൂർ റിസർച്ചിന്റെ റിസൾട്ടിൽ ഒരുപാട് നല്ല, അത് ഞാൻ വിട്ടുപോയതാണ്. സൂറത്തു തൗബയും അതേപോലെ അബ്ദുള്ള ബാസിൽ അവതരിപ്പിച്ച ഇസ്ലാം വളരുന്നു കൺവേർഷനിലൂടെ എന്ന സിദ്ധാന്തവും പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. അതാണ് അബ്ദുള്ള ബാസിലെ
അന്തസ്സുണ്ടെങ്കിൽ, നമ്മൾ പറയണത് ക്ഷമിക്കണം കേൾക്കുന്നവരെ, അന്തസ് കെട്ട പണി ചെയ്യുന്നതുകൊണ്ട് പറയാണ്, അന്തസ്സുണ്ടെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ ലിയാക്കത്തിന് മറുപടി പറയേണ്ടത് പ്യൂ റിസർച്ച് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള തരികിട പിടിച്ചതിനോട് മറുപടി പറയുക. സൂറത്ത് തൗബയിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ, നിങ്ങൾ അന്താരാഷ്ട്ര നുണ പറഞ്ഞതാണോ, നിങ്ങൾ തെളിവ് തരിക. സൂറത്ത് തൗബയിൽ നിങ്ങൾ പറഞ്ഞ ആദ്യത്തത് അബദ്ധമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ നുണക്ക് നിങ്ങൾ തെളിവ് തരിക. ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ, ഞാൻ അവതരിപ്പിച്ച മറ്റേ വീഡിയോ ഉണ്ട്, പെൺ തലാക്ക്, ഭാര്യനെ അടിക്കണം എന്നുള്ള ആയത്തിറക്കി കൊടുത്തത് പെണ്ണുങ്ങൾക്ക് തലാക്ക് ഭയങ്കര ഈസി ആക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ സമയം വേണ്ടേ? സാവകാശം കൊടുക്കുക. നമ്മൾ 5 മണിക്കൂർ വീഡിയോ കണ്ടിട്ടാണ്, 4 മണിക്കൂർ ലൈവ് കണ്ടിട്ടാണ് 10 സെക്കൻഡ് കൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങൾ ആ അന്തസ്സിനോട് ചേർന്ന് അന്തസ്സുള്ള പരിപാടിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം മറുപടി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് ഒരു വഴിക്ക് പോകും, നമ്മളെ ലൈവ് വേറെ വഴിക്ക് പോകും. കണ്ടിൻജൻസിന്റെ പുറകിൽ നിങ്ങൾ പോയി ഒളിച്ചിരിക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റിനെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം അല്ലേ? ഇല്ല, പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. അതെ, അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പോഡ്കാസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ അവരൊക്കെ ചെയ്യുന്ന പോലെ, അവരത്രയൊന്നും സമ്പത്ത് നമുക്കില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് വിവരമില്ല. പിന്നെ നമുക്ക് ഖത്തറിന് ഫണ്ടൊന്നും കിട്ടണില്ല വല്ലാതെ. ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് അത് ഉള്ള പരിമിതിക്ക് അനുസരിച്ച് നമ്മളും പോഡ്കാസ്റ്റ് ഒക്കെ ശരിയാക്കിയിട്ട് വരാം. പക്ഷെ അതുവരെ നിങ്ങൾ കിതാബ് ഓതിയിട്ട് മറുപടി പറയണം. ഏതെങ്കിലും ആൾക്കാരെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിട്ട് ജബ്ബാർ മാഷ്, ലിയാക്കത്ത്, ആരിഫും ജാമിദിയും എല്ലാം കൂടെ ഒരു ഹലക്ക സമാപത്തി വല്ലാറുള്ളാക്കുന്ന അങ്ങനെ ഒരു മിക്സർ ഇവിടെ ഇല്ല. അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിന്റെ 99 നാമങ്ങൾ പോലെ അങ്ങനെ വിളിച്ചോളി. ഓരോരുത്തർക്ക് ഓരോ നാമുണ്ട്, ഓരോ പേരിങ്ങനെ കൂട്ടിക്കിട്ടാൽ മതിയില്ലേ? ജബ്ബാർ പറഞ്ഞു, അല്ലെങ്കിൽ ലിയാക്കത്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മതി. ലിയാക്കത്തിന് മറുപടി പറയുമ്പോൾ ലിയാക്കത്തിന് ഫോട്ടോ വെക്ക്, മറുപടി പറയും. ജബ്ബാർ മാഷ്ക്ക് മറുപടി ജബ്ബാർ മാഷിന്, ആരിഫിന് കൊടുക്ക്, ജാമിദക്ക് കൊടുക്ക്, ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ ആർമി ബാബുന് വേണമെങ്കിൽ ഒരു കവിതയും ചൊല്ലി കൊടുക്കാലോ അല്ലേ? കുറുമ്പ് മാറാത്ത കുറേശ്ശി വൈകർ കോതിക്കൊടുത്തേ പലവട്ടം ഈ കാണും മരമല്ല കല്ലല്ല ദൈവൻ. അത് പറഞ്ഞതിനാണോലോ ആക്രമിച്ചത്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കൾ, അങ്ങനെ ആർമി ബാബുനെ പറ്റിച്ച അങ്ങനെ ആ പറ്റിക്കൽ നമ്മൾ ഉണ്ടാതിരുന്ന നമ്മളെ മാന്യത കൊണ്ടാണ് 2 കൊല്ലം. അപ്പൊ എന്തായാലും ഇവിടെ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വേണ്ടുക വെച്ചാൽ ഇതുപോലത്തെ പോഡ്കാസ്റ്റുകൾ ഇനിയും ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾ പോഡ്കാസ്റ്റ് തുടരട്ടെ. നിങ്ങളെ പോഡ്കാസ്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.